പാലക്കാട് ധോണിയിൽ കാറ് കത്തി ഒരാൾ മരിച്ചു. കാറിനകത്തുണ്ടായിരുന്നയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. 4 മണിയോടെയാണ് റോഡരികിൽ കാറ് കത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. മൊത്തം കത്തി തീർന്നു കേട്ടോ. ഇത്രയും പുതിയ വണ്ടി കത്തണമെങ്കിൽ എന്തെങ്കിലും കത്തിക്കാതെ കത്തില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത്ത് ചേരുന്നു. അജിത്തെ, ഒരു കാറ് മുഴുവനായി കത്തി നശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ? സ്ഥിരീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവരങ്ങൾ എങ്ങനെയാണ്? അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് നിലവിലെ നിഗമനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? സേതുലക്ഷ്മി, ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പോലീസ് അന്വേഷണത്തിൽ പോലീസ് കൃത്യമായ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സൂചനകളാണ്. ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാർ മുണ്ടൂർ വേലിക്കാട് സ്വദേശിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില സംശയങ്ങൾ, അതായത് ആത്മഹത്യയാണോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതാണെങ്കിലും അതിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഫോറൻസിക് പരിശോധന അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അത്തരം കാര്യങ്ങൾക്കെല്ലാം സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു കാർ പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യം അത് പേടിപ്പെടുത്തുന്നതാണ്. അതിന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ജീവൻ പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യം അത് ഏത് പശ്ചാത്തലത്തിലാണെന്നുള്ള കാര്യം വിശദമായി പോലീസ് പരിശോധിച്ച് വരികയാണ് ഈ ഘട്ടത്തിൽ. ഓക്കെ, ഈ ആളിനെ തിരിച്ചറിഞ്ഞ പോലെയാണോ നിഗമനങ്ങൾ വരുന്നത് അജിത്ത്? ഇപ്പൊ പുറത്തു പറയാൻ പറ്റില്ല എങ്കിൽ കൂടി ചോദിക്കുകയാണ്. അതായത് ഈ കാറിന്റെ ഉടമസ്ഥനാണോ ഈ കാറിൽ ഉണ്ടായിരുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത്തരം സ്ഥിരീകരണങ്ങൾ നടത്തിയാൽ മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ കഴിയാത്തത്. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ ചില സൂചനകളുണ്ട്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതൊരു ആളൊഴിഞ്ഞ മേഖലയെങ്ങാനും ആണോ? ആളൊഴിഞ്ഞ മേഖലയല്ല, വാഹനങ്ങളൊക്കെ പോകുന്ന മേഖലയാണ്. പക്ഷെ വേഗത്തിൽ തന്നെ വലിയ തരത്തിൽ തീ പടരുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ വേഗത്തിൽ തീ പടർന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് കത്തിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? എങ്ങനെയാണ്? ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ അതോ? അതെ, വഴിയിലൂടെ പോയ ഇതിന്റെ യാത്രക്കാരാണ് ഈ കാര്യങ്ങൾ ആദ്യം കാണുന്നത്. അവരാണ് പിന്നീട് പോലീസ് വിവരം അറിയിച്ചത്. അവിടെ എത്തിയ ആളുകൾ ഉൾപ്പെടെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പക്ഷേ ഇത് അതിനപ്പുറത്തേക്കുള്ള തീ ആയിരുന്നു. അത്രയും തീ കത്തിപ്പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തീ അത്രത്തോളം കത്തിപ്പടരുന്ന പശ്ചാത്തലം അതിനാൽ ഈ വന്ന് കണ്ടവർക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പശ്ചാത്തലമില്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് തീ പടർന്ന് കയറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസ് അവിടെ എത്തിയതിനു ശേഷം പിന്നീട് എത്തിയപ്പോഴേക്കും ഇത് കത്തി അമർന്ന് കാർ പൂർണ്ണമായും കത്തി അമരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായത്. ഏതാണെങ്കിലും ഈ സംഭവം ദാരുണമായ സംഭവമാണ്. ആ സംഭവത്തിൽ ഇത്തരത്തിൽ വിശദമായ അന്വേഷണം പോലീസ് കാറിനകത്ത് ഉണ്ടായിരുന്നയാൾ, അതായത് മരിച്ച വ്യക്തി, ആളെ ഈ പുറത്തെടുത്ത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? എന്താണ് സ്ഥലത്തെ സാഹചര്യം? ഇപ്പൊ എന്താണ്? ഫോറൻസിക് സംഘം എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആ സംഘം എത്തി പരിശോധന നടത്തിയാൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ, അതിന് ഈ തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ച ശേഷമായിരിക്കും അത്തരം നടപടികളെല്ലാം സ്വീകരിക്കുക. നിലവിൽ ഏതാണെങ്കിലും അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തും. ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരം നടപടികളെല്ലാം നടത്തുക. അത് നിലവിൽ പോലീസ് അവിടെ പ്രാഥമികമായി എത്തി പിന്നീട് ചില അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതാണെങ്കിലും ഈ സംഭവം വളരെ ഗൗരവമുള്ളതാണ്. അത്തരത്തോളം ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് അത് പരിശോധിച്ച് വരികയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്രത്തോളം വലിയ തീകത്തലാണ് ഉണ്ടായത് എന്നുള്ളത് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും കാർ കത്തിച്ചതാണോ, അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ, ആ കാര്യങ്ങളെല്ലാം വിശദമായി പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിച്ച് വരികയാണ്. നമുക്കിപ്പം ഈ കാറ് കത്തുന്ന ദൃശ്യം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് അധികം പഴക്കമൊന്നും ചെല്ലാത്ത ഒരു കാറാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ബോഡിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു തീപിടുത്തം, കാറിന് സ്വാഭാവികമായി ഉണ്ടായ ഒരു തീപിടുത്തം പോലെ തോന്നുന്നില്ല. അതേതാണെങ്കിലും അതെല്ലാം വിശദമായി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം സേതുലക്ഷ്മി, അതെന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തെ ഇവിടെ വെച്ച് കാർ കത്തിക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി പരിശോധിക്കണമെങ്കിൽ ഇപ്പോൾ നിലവിൽ ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തണം. അതിനുശേഷമേ ആ കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകാൻ കഴിയുള്ളൂ. ഇപ്പോൾ മുണ്ടൂർ സ്വദേശിയുടേതാണെന്ന്, കാർ ഏതാണെന്ന് ആരുടെയെങ്കിലും പ്രതികരണം ലഭ്യമാണോ അജിത്തെ? കാരണം ഈ കാറ് കുറെ മുൻപ് അവിടെ നിർത്തിയിട്ടിരുന്ന കാറാണെന്നോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരുന്ന കാർ പെട്ടെന്ന് ഒതുക്കി നിർത്തി എന്തെങ്കിലും ഈ തീ പടർന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ?
അങ്ങനെ വിവരങ്ങൾ നിലവിൽ പ്രാഥമികമായി വരുന്നില്ല. അതായത് ഈ നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകളാണ് പോലീസിനെ കാണുകയും പോലീസ് സംഭവം കാണുകയും പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തത്. പിന്നീട് വേഗത്തിൽ തന്നെ പോലീസ് അവിടേക്ക് എത്തുകയായിരുന്നു. ഈ സംഭവം നടന്നിട്ട് കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു ശേഷം പോലീസ് എത്തി ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഈ കാറ് പൂർണ്ണമായും കത്തി അമർന്നിരുന്നു. പിന്നീട് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി പരിശോധനകൾ നടത്തും. നിലവിൽ ഏതാണെങ്കിലും ഈ സാഹചര്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ശരി, അപ്പൊ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അജിത്തിലേക്ക് എത്താം. ഇത് പാലക്കാട് ധോണിയിലാണ് കാറ് കത്തി നശിച്ചത്. കാറിനുള്ളിലുണ്ടായിരുന്നയാൾ മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ട ആൾ ആരാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് പുറത്തു പറഞ്ഞിട്ടില്ല, അക്കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഈ ഫോറൻസിക് സംഘമെത്തിയുള്ള പരിശോധന തുടരുകയാണ്. അജിത്താണ് വിവരങ്ങൾ നൽകിയത്.